മമ്മി മോളെ മമ്മി മോളെ മമ്മി മോളെ 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 നീ എന്താ എന്നെങ്ങനെ നോക്കുന്നേ? എന്താ നോക്കുന്നേ? നീ എന്നെ അങ്ങനെ നോക്കരുത്. നീ എന്താ വിചാരിക്കണേ? നീ എന്താ വിചാരിക്കണേ? എന്താ നീ എന്താ വിചാരിക്കണേ? എന്താ വിചാരിക്കണേ? നീ എന്നെ അങ്ങനെ നോക്കരുത്. നീ എന്നെ അങ്ങനെ നോക്കരുത്. എന്താ വിചാരിക്കണേ? പറ. ഒരു ബൈറ്റ് സർ സർ പ്ലീസ് സർ പ്ലീസ് ആരെങ്കിലും സ്കൂൾ കമ്മ്യൂണിറ്റി വിഷയമാണ് സർ ഒരു ബൈറ്റ് സർ ഞാൻ കേട്ടോ ഞാൻ പറയൂ സർ സർ പ്ലീസ് സർ പറയൂ സർ പ്ലീസ് പറയൂ സർ സർ എനിക്കിപ്പോൾ അമ്മയെ സംശയം. ഞാൻ അച്ഛൻ്റെ മോള് തന്നെയാണോ? ഉമ്മി അല്ലെ പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് അച്ഛന്? അനിത മാറി നിൽക്ക്. എത്ര വയസ്സുണ്ട് എൻ്റെ മോക്ക്? മോക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു കേട്ടില്ലേ? എൻ്റെ മോൾക്ക് എത്ര വയസ്സുണ്ടെന്ന്? അനക്ക് ദേഷ്യം പിടിക്കുന്ന സ്വന്തം മോക്ക് വയറ്റിലുണ്ടാക്കിട്ട് എന്താ നിങ്ങളെന്തിനാണ് ഈ പോലീസിന്റെ പണിയെടുക്കുന്നത്? കുട്ടി ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. പോലീസ് പറയല്ല പിന്നെന്താ?
നിങ്ങൾ തന്നെ കേസ് തെളിയിക്കാൻ നോക്കുകയാണോ? നിങ്ങളെന്തിനാ കുട്ടിയുടെ അച്ഛൻ്റെ പേര് പറയുന്നത്? അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ലിസി മിസ്സിന്റെ കൗൺസിലിംഗിൽ 10-ൽ 7 ചോദ്യവും പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം. ഇതെന്താ പ്രശ്നം വെച്ച് കളിക്കേണ്ട കാര്യമാണോ? ഒരു ക്രിമിനൽ കുറ്റം നടന്നു, അതറിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? പോലീസിന് ശാസ്ത്രീയമായ പല വഴികളുണ്ട്. ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ്, അങ്ങനെയൊക്കെ. ഇന്നയാളല്ല അല്ലെങ്കിൽ ആണ് എന്നൊക്കെ നോക്കാൻ DNA ഒക്കെ ഉണ്ട്. നിങ്ങളെല്ലാം കൂടി ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോ. സാറാ ലിസി മിസ് ആണ്. എന്നാ പിന്നെ ലിസി മിസ്സിനെ വിളിക്ക്. സാർ പോയില്ലേ? ഇല്ല സാർ. വരാൻ പറ. സാറ് വിളിക്കുന്നു. അയാൾക്കാരെയും കാണ്ടെന്നാണല്ലോ പറയുന്നത്. അതെല്ലാം പറഞ്ഞു, പറഞ്ഞതെല്ലാം പറഞ്ഞു. അയാൾ അതൊന്നും കേൾക്കുന്നില്ല. ഈ സമയത്ത് ഞാൻ അയാളെ ഒന്നിനും നിർബന്ധിക്കില്ല. കാരണം ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉയർന്ന ലേഡി പോലീസൊക്കെ വരും. ശരിയായ കുറ്റവാളിയെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ദേഷ്യത്തിലാണോ? എന്നാ ദേഷ്യപ്പെടണ്ടാട്ടോ. പുള്ളിക്കാരൻ ലീവ് കഴിഞ്ഞ് അടുത്ത് തന്നെ പോകും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോളും. ഞാൻ നിങ്ങളാരാ? എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നേ? പ്ലീസ്, ഞാൻ എന്തിനാ നിങ്ങളോട് ചെയ്തേ? ഓർമ്മയുണ്ടോടാ ഈ കുഞ്ഞിനെ? മാനത്തിന് വേണ്ടി കൈകൂപ്പിക്കും ചെന്ന ഈ പാവം കുഞ്ഞിനെ. ഓർമ്മയുണ്ടോടാ എന്നെ? സി മിസ്റ്റർ വേണുഗോപാൽ, നിങ്ങളുടെ മകൾ ഗർഭിണിയാണ്. തള്ളക്കൊഴി ചിറകിന്റെ അടിയിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന പോലെയാ ഞാൻ എന്റെ മകളെ വളർത്തിയ. എന്നിട്ട് നീ അവളെ, എന്റെ പേര് എന്റെ മകൾ എന്നോട് പറയും. അവൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, നിന്നെ കൊന്നു കളഞ്ഞേക്കണം. എന്നെ കൊല്ലല്ലേ, ഞാൻ എവിടെ വേണമെങ്കിൽ ഏറ്റു പറയാ. എല്ലാം ചെയ്തത് ഞാനാ. ആരെയും ഞാനൊന്നും ചെയ്യില്ല. കൊല്ലല്ലേ പ്ലീസ്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും നിന്നെ പോലത്തെ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ നിയമത്തിൽ എനിക്ക് വിശ്വാസമൊട്ടുമില്ല. നിന്നെപ്പോലത്തെ അധ്യാപകരെ വിശ്വസിച്ച് മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അധ്യാപകരും അവർക്ക് മാതാപിതാക്കളാണെന്നാണ്. ആ വിശ്വാസമാണ് നീ തകർത്തത്. ബാല്യവും കൗമാരവും യൗവനവും നഷ്ടപ്പെട്ട പെൺകുട്ടികളുടെയെല്ലാം അച്ഛനമ്മമാർക്ക് വേണ്ടി ഞാനത് ചെയ്യാം.
നിനക്കൊല്ല. ഇനിയൊരാളെ നശിപ്പിക്കാൻ ഈ ഭൂമുഖത്ത് നീ ഉണ്ടാവാൻ പാടില്ല.